Hello friends. In this video, we will air pollution topic discuss air pollution types, causes, effects, we will cover this pollution. Pollution may be defined as an undesirable change in the physical, chemical or biological characteristics of air, water and land. അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള എയർ വാട്ടർ ലാൻഡിൽ നിന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരും, അതും അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നതിനെയാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി പൊല്യൂഷൻ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷനും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എയർ പൊല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പം pollution can be natural or man-made. Agents that pollute are called pollutants. Pollutant എന്ന് നമ്മൾ term യൂസ് ചെയ്യുന്നത് ഏത് ഏജന്റ് ആണോ ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അതിനെയാണ് നമ്മൾ pollutant എന്ന് വിളിക്കുന്നത്. Air pollution is one such form that refers to the contamination of air irrespective of indoor or outdoor. അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ ചിന്തിക്കുന്നത് പുറമേ ഉള്ള ഇൻഡസ്ട്രീസ് വഴിയൊക്കെ അല്ലെങ്കിൽ വെഹിക്കിൾസിന്റെ എമിഷനിൽ നിന്നുള്ള എയർ പൊല്യൂഷൻ ആണ്. എന്നാൽ ഇൻഡോറിനുള്ളിലും, അതായത് ഒരു വീടിനുള്ളിൽ, ഓഫീസസിനുള്ളിലും എയർ പൊല്യൂഷൻ ഉണ്ടാകാം. ഇനി കോസസ് ഓഫ് എയർ പൊല്യൂഷൻ എന്താണ്? ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. ഏറ്റവും മേജർ കോസ് ഓഫ് എയർ പൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കോല്, പെട്രോള്, ഡീസല്, അങ്ങനത്തെ ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫ്യൂംസ്, അതൊരു മേജർ കോസ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, ഇപ്പോൾ വലിയ അഗ്രികൾച്ചറൽ ഫീൽഡിലൊക്കെ നമ്മൾ ഈ പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ് ഒക്കെ സ്പ്രേ ചെയ്യുമല്ലോ പ്ലാന്റ്സിൽ, ഇതും എയർ പൊല്യൂഷന് കാരണമാകുന്നു. എക്സോസ്റ്റ് ഫ്രം ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ്, തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ, പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന വേസ്റ്റ്, ഇതെല്ലാം എയർ പൊല്യൂഷന് കാരണമാകുന്നു. മൈനിങ് ഓപ്പറേഷൻസ്, മൈനിങ് ചെയ്യാൻ നേരം നമ്മൾ എക്സ്പ്ലോസീവ്സ് യൂസ് ചെയ്ത് എർത്തിന്റെ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലുള്ള പല മിനറൽസിനെയും നമ്മൾ പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഡസ്റ്റും അതേപോലെ ഒരുപാട് കെമിക്കൽസും നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം മൈനിങ്ങും എയർ പൊല്യൂഷന്റെ ഒരു കാരണമാണ്. ഇനി ടൈപ്സ് ഓഫ് എയർ പൊല്യൂഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എയർ പൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബേസ്ഡ് ഓൺ സോഴ്സ്, നാച്ചുറൽ ആയിട്ടോ മാൻമെയ്ഡ് ആയിട്ടോ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നാച്ചുറൽ സോഴ്സസ് എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് നമ്മളുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എർത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സോഴ്സസ് കാരണമുള്ള പൊല്യൂഷനാണ് ഈ നാച്ചുറൽ സോഴ്സസിൽ വരുന്നത്. ഇപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻസ് വളരെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടോക്സിക് ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോറസ്റ്റ് ഫയർ സംഭവിക്കുമ്പോൾ, കാട്ടുതീകൾ പടരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് സ്മോക്കും കാര്യങ്ങളും കെമിക്കൽസും എല്ലാം നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യും. ഇതെല്ലാം നാച്ചുറൽ സോഴ്സസ് ആണ്. ഇനി ആന്ത്രോപോജനിക് സോഴ്സസ് അല്ലെങ്കിൽ മാൻമെയ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞോട്ട് ഇൻഡസ്ട്രീസ്, തെർമൽ പവർ പ്ലാന്റ്സ് വഴിയുള്ള എക്സോസ്റ്റ് ഗ്യാസസ്, അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കെമിക്കൽസ്, വെഹിക്കിൾ എമിഷൻസ്, ഇതെല്ലാം മാൻമെയ്ഡ് സോഴ്സസ് ആണ്. അപ്പം മാൻമെയ്ഡ് സോഴ്സസിനെയാണ് നമ്മൾ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആന്ത്രോപോജനിക് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ വെദർ ദ പൊല്യൂഷൻ ഇസ് കോസ്ഡ് ബൈ പ്രൈമറി ഓർ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്നുള്ളത്. അപ്പൊ ഈ പ്രൈമറി പൊല്യൂട്ടൻസ് എന്താണ്, സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം എന്താണ് പ്രൈമറി എയർ പൊല്യൂട്ടൻസ്? ദോസ് വിച്ച് ആർ എമിറ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നാച്ചുറൽ പ്രോസസ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ആന്ത്രോപോജനിക് പ്രോസസ് വഴി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു പൊല്യൂട്ടിംഗ് ഏജന്റിനെ റിലീസ് ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ പൊല്യൂട്ടന്റിനെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ, അതേപോലെ സൾഫർ ഡയോക്സൈഡ്സ്, സൾഫറിന്റെ ഓക്സൈഡ്സ്, നൈട്രജന്റെ ഓക്സൈഡ്സ്, ഹൈഡ്രജൻ, CFC, ഇതെല്ലാം പ്രൈമറി ആയിട്ട് തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണ്. അപ്പം അതായത് ഈ ഫോമിൽ തന്നെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന അതേ ഫോമിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് അത് അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്താണ്? ഈ പ്രൈമറി പൊല്യൂട്ടന്റ് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസും ആയിട്ട് റിയാക്ട് ചെയ്ത് ഒരു സെക്കൻഡറി പ്രൊഡക്റ്റ് ആയിട്ട് മാറും. വേറൊരു കെമിക്കൽ കോമ്പോസിഷൻ അതിന് ആകുന്നു.
എന്നിട്ടത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുമ്പോഴാണ് അതിനെ സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആസ് ഇറ്റ് ഇസ് അത് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന ഫോമിൽ പൊല്യൂഷൻ കോസ് ചെയ്യുവാണെങ്കിൽ അതിനെ പ്രൈമറി പൊല്യൂട്ടന്റ് എന്നും, ഈ പ്രൈമറി പൊല്യൂട്ടന്റ് അറ്റ്മോസ്ഫിയറിൽ ഓൾറെഡി ഉള്ള മറ്റ് കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്ത്, അല്ലെങ്കിൽ വാട്ടർ വേപ്പറായിട്ട് റിയാക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പൊ സൺലൈറ്റിന്റെ ഒക്കെ എഫക്റ്റിൽ അത് വേറൊരു കെമിക്കൽ കോമ്പോസിഷൻ ആയിട്ട് മാറുന്നു. അപ്പൊ ഇങ്ങനെ വേറൊരു ഫോമിൽ അത് മാറിയതിനു ശേഷം അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് വിളിക്കുന്നു. Those which are produced in the air by the interaction among primary air pollutants or by the reaction with atmospheric constituents, അതിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഓസോൺ. ഓസോൺ ഒക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓസോൺ ഒരു നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ല. നമ്മൾ ഓക്സിജനും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും ഒരു ഓക്സിജൻ റാഡിക്കൽ ഒറ്റ ആറ്റമുള്ള ഓക്സിജന്റെ ഒരൊറ്റ ആറ്റവും കൂടെ റിയാക്ട് ചെയ്താണ് ഈ O3 എന്ന് പറയുന്ന ഓസോൺ ഫോം ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. സ്മോഗൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പഠിക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയർ ഓൾറെഡി ഉള്ള പല പൊല്യൂട്ടൻസും മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസുമായിട്ട് റിയാക്ട് ചെയ്തതിനു ശേഷം ഫോം ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണ് ഈ പറയുന്നതൊക്കെ. സ്മോഗ്, പാനിന്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്, ഇതും വളരെ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ്. ആസിഡ് റെയിൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ആസിഡ് റെയിൻ വഴി പല മോണ്യുമെന്റ്സ്, നമ്മുടെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ്, താജ്മഹൽ പോലുള്ള ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിനൊക്കെ ഒരുപാട് കേട് സംഭവിക്കുന്നു എന്നൊക്കെ. ഈ ആസിഡ് റെയിൻ ഒക്കെ നാച്ചുറലി അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പൊല്യൂട്ടന്റ് വഴി ഉണ്ടാകുന്നതല്ല. നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്യുന്ന ഒരു പ്രൈമറി പൊല്യൂട്ടന്റ് അറ്റ്മോസ്ഫിയറിലുള്ള മറ്റ് കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ വേപ്പറിൽ മിക്സ് ചെയ്ത് മഴ പെയ്യുമ്പോൾ അതുവഴി ഒഴുകി വന്ന് വീഴുന്നതാണ്. ഇതെല്ലാം സെക്കൻഡറി പൊല്യൂട്ടൻസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അടുത്തത് എയറോസോൾ. ഇപ്പൊ എയറോസോൾ എന്ന് പറയുന്നത് വളരെ ഫൈൻ ആയിട്ടുള്ള, തീരെ ചെറിയ പാർട്ടിക്കിൾ സൈസ് ഉള്ള സോളിഡ് ആൻഡ് സോളിഡ് പാർട്ടിക്കിൾസും ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സും ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് അതിനെ എയറോസോൾ എന്ന് വിളിക്കുന്നത്. ഇതും നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ്. കൂടുതലും ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയർ ഒക്കെ വരുമ്പോൾ ഈ ചെറിയ സ്മോക്കിന്റെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡസ്റ്റിന്റെ ഒക്കെ പാർട്ടിക്കിൾസ് ഇതേപോലെ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കും. ഇതിനെയാണ് നമ്മൾ എയറോസോൾ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ പല ലെയേഴ്സ് ഉണ്ട്. ലെയേഴ്സിന്റെ പേരൊന്ന് അറിഞ്ഞിരിക്കണം, ആ ഒരു ഓർഡർ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഓസോൺ ലെയർ ഏത് ലെയറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഏറ്റവും താഴെ നമുക്ക് വരുന്ന അറ്റ്മോസ്ഫിയറിന്റെ ലെയറിനെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ട്രോപ്പോസ്ഫിയർ ലെയറിലാണ്. ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ട് മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ ലെയർ ഏത് അറ്റ്മോസ്ഫിയറിക് ലെയറിലാണ് കാണപ്പെടുന്നത് എന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പൊ എന്താണ് ഓസോൺ ലെയർ? നമ്മുടെ സണ്ണിൽ നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഓസോൺ ലെയർ ആണ്. ഇനി ഓസോൺ ലെയറിന്റെ മുകളിൽ, ഐ മീൻ സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ നമുക്ക് മീസോസ്ഫിയർ ഉണ്ട്. അതിന്റെ മുകളിൽ ട്രോപ്പോസ്ഫിയറും ഏറ്റവും പുറമേ വരുന്നതാണ് എക്സോസ്ഫിയർ. ഇത്രയും ഓർത്തോളുക. എർത്തിന്റെ സർഫസിനോട് ചേർന്ന് കിടക്കുന്നത് ട്രോപ്പോസ്ഫിയറും ഓസോൺ ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറുമാണ്. ഓക്കെ, ഇനി നമ്മുടെ കോമൺ ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്നൂടെ നോക്കാം. അപ്പം ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഓരോ എയർ പൊല്യൂട്ടൻറ്റും കോസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഏതൊക്കെയാണ് എന്നത് അറിഞ്ഞിരിക്കണം. പിന്നെ അതിന്റെ സോഴ്സസ് ഏതൊക്കെയാണെന്നതും അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം നമുക്ക് കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് കാർബൺ മോണോക്സൈഡ്? ഇറ്റ് ഇസ് എ കളർലെസ്, ഓഡർലെസ്, പോയിസണസ് ഗ്യാസ് ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻകംപ്ലീറ്റ് ബേണിംഗ് ഓഫ് കാർബൺ ബേസ്ഡ് ഫ്യൂവൽസ്. ഇപ്പൊ കോല്, പെട്രോള്, അതേപോലത്തെ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഫ്യൂവൽസിന്റെ ഇൻകംപ്ലീറ്റ് ബേണിംഗ് വഴി ഫോം ചെയ്യുന്ന ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ്. About 70% of carbon monoxide emissions are from transport sector. ഈ വെഹിക്കുലർ എമിഷൻസ് വഴി നമുക്ക് കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യാറുണ്ട്. When the earth is polluted with carbon monoxide, when the air is polluted with carbon monoxide, human blood is likely to be deprived of oxygen and leads to coma and death. Okay, carbon monoxide കോസ് ചെയ്യുന്ന ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ്. കാർബൺ മോണോക്സൈഡ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബ്ലഡിന്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഡിക്രീസ് ആവുന്നു. ഇപ്പൊ ബ്ലഡ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നതിന് പകരം ബ്ലഡിന് കൂടുതൽ അഫിനിറ്റി കാർബൺ മോണോക്സൈഡ് അബ്സോർബ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് അബ്സോർബ് ചെയ്യുമ്പോൾ ബ്രെയിനിന് ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരികയും അതുവഴി കോമ എന്ന സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്.
ചെറിയ ഡോസേജിലാണെങ്കിൽ, മൈൽഡ് ഡോസേജിലാണെങ്കിൽ ഈ ഓക്സിജന്റെ അളവ് കുറയുന്നതുകൊണ്ട് തന്നെ ഹെഡേക്ക് പോലുള്ള ഇഷ്യൂസ് ജനറേറ്റ് ആകാം. അപ്പോൾ കാർബൺ മോണോക്സൈഡിന്റെ കേസിൽ ഓർത്തോളൂ, അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് കാർബൺ ബേസ്ഡ് ഫ്യൂവൽസ് ആണ്. വെഹിക്കുലർ ഇമിഷൻസിൽ നിന്നൊക്കെ നമുക്കത് എയറിലേക്ക് അത് റിലീസ് ആകുന്നു. പിന്നെ അതിന്റെ ഹെൽത്ത് വൈസ് ഉള്ള എഫക്റ്റ് എന്ന് പറയുന്നത് ബ്ലഡിന് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി റെഡ്യൂസ് ആകുന്നു. അതുവഴി കോമ, ഡെത്ത്, അതേപോലെ ഹെഡ് ഏക്സ്, മൈൽഡ് ഡോസേജിൽ ഹെഡ് ഏക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്തത് ഓക്സൈഡ്സ് ഓഫ് സൾഫർ. SO2 is a gas produced from burning of coal, mainly in thermal power plants. It is injurious not only to men and plants but also rapidly attacks a few rocks such as limestone, marble, etc. ഇപ്പം താജ്മഹൽ പോലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് നമുക്കറിയാം, മാർബിൾ വെച്ചാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ താജ്മഹലിന് ചുറ്റുമുള്ള പല ഇൻഡസ്ട്രീസും റിലീസ് ചെയ്യുന്ന ഈ സൾഫർ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസസ് വഴി ഈ താജ്മഹലിന്റെ മാർബിളിന് തന്നെ ഡാമേജ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവിടുത്തെ ലോസ് ഈ താജ്മഹലിന് ചുറ്റുമുള്ള ഇൻഡസ്ട്രീസിന്റെ ഈ സൾഫർ ഡയോക്സൈഡ് എക്സോസ്റ്റ് ഗ്യാസസിൽ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ഗ്യാസസിൽ കൺട്രോൾ വരുത്തണം എന്ന് പറഞ്ഞൊരു നിയമം വരെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തോളുക, സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് സൾഫർ കൂടുതലും റിലീസ് ആവുന്നത് തെർമൽ പവർ പ്ലാന്റ്സ് പോലുള്ള ഇൻഡസ്ട്രീസ് വഴിയാണ്, കോലിന്റെ ബേണിംഗ് വഴി. ഇതിന് ഹാംഫുൾ ആയിട്ട് നമുക്ക് റെസ്പിറേറ്ററി ഡിസീസസ് ഹ്യൂമൻസിനും അതേപോലെ പ്ലാന്റ്സിന്റെ ഒക്കെ ഹെൽത്തിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന ഗ്യാസാണ്. അതേപോലെ തന്നെ മാർബിൾ, ലൈംസ്റ്റോൺ പോലുള്ള റോക്സിനെ അത് ഇറോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സൾഫർ ഡയോക്സൈഡിനുണ്ട്. SO2 is a major contributor to smoke and acid rain. സ്മോഗ് എന്താണ്? സ്മോഗ് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, എങ്കിലും പറയാം. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഇതേപോലത്തെ ഗ്യാസസ് ഫോഗുമായിട്ട് ചേർന്ന് ഫോം ചെയ്യുന്ന, സ്മോക്കും ഫോഗൂടെ ചേർന്ന് കഴിയുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു പൊല്യൂട്ടൻ്റ് ആണ് സ്മോഗ്. അത് പല റെസ്പിറേറ്ററി ഡിസീസസ് ക്രിയേറ്റ് ചെയ്യാം, വിസിബിലിറ്റി ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം സ്മോഗിന്റെ ഒരു ഹാംഫുൾ എഫക്റ്റ് ആണ്. അതേപോലെ ആസിഡ് റെയിന് സൾഫർ ഡയോക്സൈഡ് കോസ് ചെയ്യും. ആസിഡ് റെയിൻ എന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് മഴ പെയ്യുമ്പോൾ ഈ മഴവെള്ളവുമായിട്ട് ചേർന്നിട്ട് അതിന് ഈ മഴയുടെ അല്ലെങ്കിൽ മഴവെള്ളത്തിന്റെ pH ഒരുപാട് താഴുന്നു. അപ്പൊ pH കുറയുമ്പോഴാണ് അങ്ങനത്തെ റെയിനെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ആസിഡ് റെയിന് പ്ലാന്റ്സിന് ഹാംഫുൾ ആണ്, അതേപോലെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിന് ഒക്കെ ഹാംഫുൾ ആണ്. കാരണം അത് പറഞ്ഞല്ലോ, ഇറോഡ് ചെയ്യുമെന്ന്, ഈ റോക്സിനെയൊക്കെ അതിന്റെ സർഫസിനെയൊക്കെ അത് ഡാമേജ് ചെയ്യും. പിന്നെ അതേപോലെ അത് ഒഴുകി റിവർ വാട്ടറിൽ, പോൺസിൽ, ലേക്സിലൊക്കെ കലർന്നു വരുന്നു, pH റെഡ്യൂസ് ആവുന്നു. അതുവഴി അക്വാട്ടിക് ലൈഫിനെയൊക്കെ അത് എഫക്ട് ചെയ്യും. Sulfur trioxide is more irritant than SO2 because it combines immediately with water to form sulfuric acid. അപ്പോൾ ഇതേപോലെ വെള്ളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ക്രിയേറ്റ് ചെയ്യും, അതുവഴി സ്ട്രക്ചേഴ്സിനൊക്കെ ഡാമേജ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യും. ഓക്സൈഡ്സ് ഓഫ് സൾഫറിന്റെ ഫോർമേഷൻ, അതിന്റെ കോസ് അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഫ്രം തെർമൽ പവർ പ്ലാന്റ്, മെയിൻലി ഇൻഡസ്ട്രീസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു എക്സോസ്റ്റ് ഗ്യാസ് ആണ്. ഇതിന്റെ ഹാംഫുൾ എഫക്ട്സ് എന്തൊക്കെയാണ്? സ്മോഗ്, ആസിഡ് റെയിൻ പോലുള്ള ഇഷ്യൂസ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. NOx are produced when fossil fuels are burned, especially in power plants and motor vehicles. ഇതിന്റെ പോയിസണിങ് റിസൾട്ട്സ് ഇൻ സിലോഫില്ലേഴ്സ് ഡിസീസ്. സിലോഫില്ലേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞ ഡിസീസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അതിന്റെ എഫക്റ്റ് കാരണമാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പവർ പ്ലാന്റ്സിന്റെ ഒക്കെ എക്സോസ്റ്റ് ഗ്യാസസിൽ NO2 വരാറുണ്ട്. അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസിന്റെ എക്സോസ്റ്റിൽ നിന്ന് നമുക്ക് നൈട്രജൻ ഓക്സൈഡ്സ് റിലീസ് ആകാറുണ്ട്. High levels of NO2 exposure causes cough and makes human beings feel short of breath. അതായത് റെസ്പിറേറ്ററി ഇഷ്യൂസ് ആണ് ഈ NO2 ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ദ ഫോർമേഷൻ ഓഫ് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ ഫോർമേഷനും SO2ന്റെ കൂടെ തന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും ഒരു റീസൺ ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, CFC, ഓൾസോ നോൺ ആസ് ഫ്രിയോൺ. ഈ ഒരു പേര് ഫുൾ ഫോം ഓർത്തോണം. CFCയുടെ ഫുൾ ഫോം ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഫ്രിയോൺ എന്നും വിളിക്കാറുണ്ട്. It contains carbon, fluorine and chlorine atoms. The major use of CFCs are as coolants in refrigerators and in air conditioners, as solvents in cleaners, etc. CFCs are the main cause of ozone depletion. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഓസോൺ ഡിപ്ലീഷൻ കോസ് ചെയ്യുന്ന മെയിൻ പൊല്യൂട്ടന്റ് ഏതാണ്? CFC. ഫുൾ ഫോം ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഫ്രിയോൺ എന്നും വിളിക്കാറുണ്ട്. ഇത് ഇനി CFC എവിടെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്? കൂടുതലും റെഫ്രിജറേഷനിലാണ്. ഒരു കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്,
എയർ കണ്ടീഷണേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ക്ലീനേഴ്സിലൊക്കെ അത് അടങ്ങാറുണ്ട്. നമ്മൾ ഈ സ്പ്രേ ക്ലീനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഈ CFC അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ CFC കാരണമാണ് നമുക്ക് മേജറായിട്ട് ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻ സംഭവിക്കുന്നത്. അപ്പം CFCയുടെ അത് ഓർത്തോണം, ഫുൾ ഫോം ഓർത്തോണം. അതാണ് CFC ആണ് ഓസോൺ ഡിപ്ലീഷൻ മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നതെന്നും ഓർത്തോണം. അടുത്തത് ഓസോൺ, O3. അപ്പം നമ്മൾ നേരത്തെ ഓസോൺ ലെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഓസോൺ ലെയർ ആണ് നമ്മുടെ എർത്തിനെ സണ്ണിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഓസോൺ ഒരു പൊല്യൂട്ടന്റ് കൂടെയാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ലെയറിൽ അത് നിൽക്കുമ്പോൾ നമ്മളെ അത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യും. എന്നാൽ ഇത് താഴെ ട്രോപ്പോസ്ഫിയറിലേക്ക് ഈ ഓസോൺ ഗ്യാസ് വരുവാണെങ്കിൽ, നമ്മുടെ ഹ്യൂമൻസിന് അടുത്തേക്ക് വരുവാണെങ്കിൽ അതൊരു ഹാർംഫുൾ പൊല്യൂട്ടന്റ് ഏജന്റ് ആണ്. Ozone consists of oxygen molecules which contain 3 oxygen atoms. It is not emitted directly into air but produced in the atmosphere when oxygen combines with oxygen radical. അതായത് ഓക്സിജൻ O2 നമുക്കറിയാം 2 ആറ്റംസ് ആണ് ഓക്സിജൻ മോളിക്യൂളിൽ ഉള്ളതെന്ന്. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ഫ്രീ റാഡിക്കൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഓക്സിജൻ ആറ്റം ഉണ്ട്, O എന്ന് പറഞ്ഞ ഒറ്റ ആറ്റം. ഈ ആറ്റം നമ്മുടെ O2 ആയിട്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓസോൺ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. Ozone protects us from ultraviolet radiation and other harmful rays. It is observed that over the last few years, many man-made processes release gases into the atmosphere, causing drastic depletion of ozone layer. Ozone reacts with tissues and decreases the working ability of the lungs, chest pains and cough. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓസോൺ ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്നാൽ ഇത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലേക്ക് താഴ്ന്നു വരുവാണെങ്കിൽ, നമ്മുടെ ഹ്യൂമൻസിന് അടുത്തേക്ക് വരുവാണെങ്കിൽ ഇത് ഇൻഹേൽ ചെയ്യുന്ന വഴി നമുക്ക് പല ഇഷ്യൂസും ഉണ്ടാകും. ചെസ്റ്റ് പെയിൻസ്, കഫിങ്, ലങ്സിന്റെ വർക്കിംഗ് എബിലിറ്റിയെ തന്നെ ഇത് എഫക്ട് ചെയ്യുന്നു. കൂടാതെ സ്കിൻ ക്യാൻസർ പോലുള്ള ഇഷ്യൂസും ഇത് ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ് ലോവേഴ്സ് എ ഹ്യൂമൻ ബോഡി റെസിസ്റ്റൻസ് പവർ ആൻഡ് ലീഡ്സ് ടു കോൾഡ്, ന്യൂമോണിയ, സ്കിൻ ക്യാൻസർ എക്സെട്ര. അപ്പോൾ ഇത്രയാണ് ഓസോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓസോണ് താഴേക്ക് വരുവാണെങ്കിൽ, ട്രോപ്പോസ്ഫിയറിലേക്ക് വന്ന് നമ്മളത് ഇൻഹേൽ ചെയ്യുവോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് വരുവോ ചെയ്യുവാണെങ്കിൽ നമുക്കത് ഹാർംഫുൾ ആയിട്ട് മാറുന്നുണ്ട്. അടുത്തത് സ്മോഗ്. സ്മോഗ് നമ്മൾ പറഞ്ഞു, സ്മോക്കും ഫോഗും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പൊല്യൂട്ടന്റ് ആണ് ഈ സ്മോഗ്. സ്മോഗ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ് ഓർ വേരിയസ് ഗ്യാസസ് വെൻ റിയാക്ട് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സ്മോക്കും ഫോഗും സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്മോഗ് കിട്ടുന്നത്. ദ എഫക്ട്സ് ഓഫ് സ്മോഗ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് എന്തൊക്കെയാണ്? കോസ് ഫോർ റെസ്പിറേറ്ററി ഡിസീസസ്, ഇറിറ്റേഷൻ ടു ദ ഐസ്, ഡിസീസസ് റിലേറ്റഡ് ടു നോസ്, ത്രോട്ട്, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ഹെഡേക്ക്, അതേപോലെ നെർവ്സ്, ലിവർ, കിഡ്നി ഇതിനെയൊക്കെ ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് സ്മോഗ്. അടുത്തത് ആസിഡ് റെയിൻ. ഫിനോമിനൻ ഒക്കേഴ്സ് വെൻ sulfur oxides and nitrogen oxides from burning of fossil fuels such as petrol, diesel, coal combine with water vapor in atmosphere and fall as rain. നാച്ചുറൽ സോഴ്സസ് ലൈക്ക് ഇതിന് ആസിഡ് റെയിൻ നാച്ചുറൽ സോഴ്സസ് എന്തൊക്കെയായിരിക്കും? നേരത്തെ നമ്മൾ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഇൻഡസ്ട്രീസ് റിലീസ് ചെയ്യുന്നത് റെയിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ആസിഡ് റെയിൻ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ നാച്ചുറൽ സോഴ്സസും ഉണ്ടാകാം. വോൾക്കാനിക് ഇറപ്ഷൻസ്, ഫോറസ്റ്റ് ഫയേഴ്സ്, ഇതും ഈ സൾഫർ ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതും വാട്ടർ വേപ്പറുമായിട്ട് കമ്പൈൻ ചെയ്ത് ആസിഡ് റെയിൻ ഫോം ചെയ്യാം. പാർട്ടിക്കുലേറ്റ് മാറ്റർ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണ്. പാർട്ടിക്കുലേറ്റ് മാറ്റർ, PM എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. ഇൻഡസ്ട്രീസ് ആൻഡ് ഓട്ടോമൊബൈൽസ് റിലീസ് ഫൈൻ സോളിഡ് ആൻഡ് ലിക്വിഡ് പാർട്ടിക്കിൾസ് ഇൻ ടു ദ എയർ. Fly ash and soot from burning of coal, metal dust containing lead, chromium, nickel, cadmium, zinc, mercury from metallurgical processes, cotton dust from textile mills, pesticides, etc. are examples of particulate pollutants in air. ഈ പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടന്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് നമ്മൾ വിളിക്കുന്ന തീരെ ചെറിയ സൈസുള്ള പാർട്ടിക്കിൾസ് ആണ്. ഇതിങ്ങനെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അത് ഒന്നുകിൽ നമ്മൾ ഇൻഹേൽ ചെയ്ത് നമുക്ക് ഹാർംഫുൾ ആയിട്ട് അത് എഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് ഓരോ പ്ലാന്റ്സിനെ, ആനിമൽസിനെ, ഇതിനെയൊക്കെ ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഈ പെർട്ടിക്കുലേറ്റ് മാറ്റർ അതിന്റെ സൈസിന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ പെർട്ടിക്കുലേറ്റ് മാറ്റർ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് പല ടൈപ്പ് ആകാം. ഒന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞ കൂട്ട് കോട്ടൺ മിൽസിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഡസ്റ്റ്, അത് ഡസ്റ്റ് ആകാം. അല്ലെങ്കിൽ മെറ്റലർജിക്കൽ പ്രോസസ്സസ്, നമ്മുടെ ഈ മെറ്റൽ ഇൻഡസ്ട്രീസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ടോക്സിക് ആയിട്ടുള്ള മെറ്റലിന്റെ ചെറിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഡസ്റ്റ് ആകാം. അതേപോലെ ഫ്ലൈ ആഷ്, നമ്മൾ ഈ അയൺ ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റീൽ പ്ലാന്റ്സിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് ആണ് ഈ ഫ്ലൈ ആഷ്.
ഫ്ലൈ ആഷും തീരെ ചെറിയ പാർട്ടിക്കിൾ സൈസ് ആണ്. അപ്പൊ അതും ഈ പർട്ടിക്കുലേറ്റ് മാറ്റർ ആയിട്ട് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. സൂട്ട് ബേൺ ചെയ്ത് ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ബേൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വേസ്റ്റ് ആണ് ഈ സൂട്ട്. അപ്പൊ ഇങ്ങനത്തെ ചെറിയ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതും നമ്മുടെ എയർ പൊല്യൂട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, ഇപ്പൊ റേഡിയോ ആക്റ്റീവ് ടെസ്റ്റിംഗ്, ന്യൂക്ലിയർ ടെസ്റ്റിംഗ് വഴി അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഇതൊക്കെ റിലീസ് ചെയ്യുന്ന ഒരുപാട് ചെറിയ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതും ഒരു പൊല്യൂട്ടന്റ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഇത്രയും പൊല്യൂട്ടൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഓരോ പൊല്യൂട്ടൻറ്റും എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ആവുന്നത്, അത് കോസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്താണെന്നുള്ളതോടെ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് എങ്ങനെ ഈ പൊല്യൂട്ടൻസിനെ കൺട്രോൾ ചെയ്യാം, എയർ പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടെ നോക്കാം. സോഴ്സ് കൺട്രോൾ, സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? യൂസിങ് അൺലെഡഡ് പെട്രോൾ. നമ്മൾ പെട്രോൾ ഒക്കെ യൂസ് ചെയ്യാൻ നേരം ലെഡഡ് പെട്രോൾ ആണ് എങ്കിൽ അത് കമ്പഷൻ അതിനുണ്ടാകുന്നു. അത് ഫ്യൂവൽ യൂസ് ചെയ്ത് ബേൺ ചെയ്ത് വെഹിക്കിൾസ് ഓടുന്ന സമയത്ത് എക്സോസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്ന ഗ്യാസിൽ ഈ ലെഡിന്റെ പ്രസൻസ് ഉണ്ടാകും. അങ്ങനെ ലെഡിന്റെ ചെറിയ പാർട്ടിക്കുലേറ്റ് മാറ്റർ ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ആവുന്നു. അപ്പൊ അൺലെഡഡ് പെട്രോൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് കുറെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. യൂസിങ് ഫ്യൂവൽസ് വിത്ത് ലോ സൾഫർ ആൻഡ് ആഷ് കണ്ടന്റ്. എൻകറേജിങ് പീപ്പിൾ ടു യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്, കുറെയൊക്കെ വെഹിക്കുലർ എമിഷൻസ് നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റും. പ്ലാന്റിങ് ട്രീസ് അലോങ് ബിസി സ്ട്രീറ്റ്സ്, നമ്മൾ ബിസി ആയിട്ടുള്ള റോഡ്സിന്റെ സ്ട്രീറ്റ്സിന്റെ സൈഡിലൊക്കെ ട്രീസ് വളർത്തുന്ന വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമുക്ക് കുറെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നോയിസ് പൊല്യൂഷൻ ഒക്കെ കുറെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാറ്റലിറ്റിക് കൺവേർട്ടർ ഷുഡ് ബി യൂസ് ടു ഹെൽപ്പ് കൺട്രോൾ എമിഷൻസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രോ കാർബൺസ്. അതൊക്കെ മെക്കാനിക്കൽ മെത്തേഡ്സ് ആണ്. അതായത് നമുക്ക് ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ പോലുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ പാർട്സ് യൂസ് ചെയ്ത് കുറേയൊക്കെ ഈ എമിഷൻസിൽ നിന്നുള്ള ഈ വേസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഫോർ പൊല്യൂട്ടൻ ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ടു നോ ദ എമിഷൻ ലെവൽസ്. ഓരോ ഇൻഡസ്ട്രീസിലും അവർ എന്തുമാത്രം എയർ പൊല്യൂട്ടൻ്റ് റിലീസ് ചെയ്യുന്നുണ്ട് എന്നതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് നമുക്ക് കുറേയൊക്കെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി മെക്കാനിക്കൽ ആയിട്ട് നമുക്ക് എങ്ങനെ മെക്കാനിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് ഡിവൈസസ് യൂസ് ചെയ്ത് എങ്ങനെ കൺട്രോൾ ചെയ്യാം? മെക്കാനിക്കൽ ഡിവൈസസ് സച്ച് എസ് സ്ക്രബ്ബേഴ്സ്, ബാഗ് ഹൗസ് ഫിൽറ്റേഴ്സ്, gravity settling chambers, cyclone collectors, electrostatic precipitators can be used in manufacturing processes. അപ്പം നമ്മൾ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ള അതിന്റെ പേരുകളൊന്നും അറിഞ്ഞിരിക്കണം. സ്ക്രബ്ബേഴ്സ്, ബാഗ് ഹൗസ് ഫിൽറ്റേഴ്സ്, ഗ്രാവിറ്റി സെറ്റിലിംഗ് ചേമ്പേഴ്സ്, സൈക്ലോൺ സെപ്പറേറ്റേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ്. അപ്പോൾ ഈ ഡിവൈസസ് എല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സോസ്റ്റ് ആയിട്ട് ഇൻഡസ്ട്രീസിൽ നിന്ന് എക്സോസ്റ്റ് ആയിട്ട് പോകുന്ന ഗ്യാസസിൽ നിന്നും ഈ പർട്ടിക്കുലേറ്റ് മാറ്റർ, അതേപോലെ സൂട്ട്, ഫ്ലൈ ആഷ്, സ്മോക്കിന്റെ പാർട്ടിക്കിൾസ് ഇതിനെല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്ത് കഴിവതും കുറച്ചുകൂടെ പ്യുവർ ആയിട്ടുള്ള എയറിനെയാണ് അല്ലെങ്കിൽ കുറച്ച് പൊല്യൂഷൻ കുറഞ്ഞ ഗ്യാസസിനെ മാത്രമാണ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ എയർ പൊല്യൂഷൻ കോസ് ചെയ്യാൻ ചാൻസ് ഉള്ള പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാനായിട്ട്, എക്സോസ്റ്റ് ഗ്യാസസിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് എയർ പൊല്യൂഷനിൽ ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ പൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു, പൊല്യൂട്ടൻ്റ് എന്താന്ന് പറഞ്ഞു, എയർ പൊല്യൂഷൻ എന്താണ്, എയർ പൊല്യൂഷന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. നാച്ചുറൽ, മാൻമെയ്ഡ്, അതേപോലെ സെക്കൻഡറി ആൻഡ് പ്രൈമറി പൊല്യൂട്ടൻസ്, അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഓരോന്നിന്റെ ഡെഫിനിഷൻസ് അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ അറ്റ്മോസ്ഫിയറിന്റെ ഓരോ ലെയേഴ്സ് ഡിസ്കസ് ചെയ്തു. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ വരുന്നത്, എർത്തിനോട് ചേർന്ന് കിടക്കുന്ന ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ നമ്മൾ മേജർ ആയിട്ടുള്ള എയർ പൊല്യൂട്ടിംഗ് ഏജൻസ് ഏതൊക്കെയാണ്, ഓരോ എയർ പൊല്യൂട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ സോഴ്സ്, അതെന്തൊക്കെ എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഈ എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനുള്ള ബേസിക് ജനറൽ ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.